സോ പോട്ട് ഓഫ് ഗോൾഡിലെ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ലാർ ഫെമിലിയാരിസ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് ഡെയിറ്റിയാണ്, ദേവതയാണ്. ഈ ഹൗസ് ഹോൾഡ് ഡെയിറ്റി ആണ് പോട്ട് ഓഫ് ഗോൾഡിന്റെ സംരക്ഷണമുള്ളത്. ഈ ലാർ ഫെമിലിയാരിസ് ആണ് യൂക്ലിയോക്ക് ഈ പോട്ട് ഓഫ് ഗോൾഡ് കാണിച്ചു കൊടുക്കുന്നത്. യൂക്ലിയോ എന്ന് പറയുന്നത് മൈസേൽഡി ഓൾഡ് മാൻ ആണ്. വളരെ പിശുക്കനായിട്ടുള്ള ആളാണ്. സ്വന്തം താൻ മുറിച്ച ടോ ക്ലിപ്പിങ്സ് പോലും അല്ലെങ്കിൽ നഖം പോലും അത് പോയല്ലോ എന്നോർക്കുന്ന, അല്ലെങ്കിൽ താൻ കുളിച്ച വെള്ളം പുറത്തു പോകുമ്പോൾ അതൊക്കെ പോയല്ലോ എന്നോർത്ത് അത്രയും ലുബ്ധനായിട്ടുള്ള ഒരാൾ, അത്രയും പിശുക്കനായിട്ടുള്ള, എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയമുള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള, എല്ലാവരെയും സംശയദൃഷ്ടിയിൽ കാണുന്ന ഒരാള്. ഫിഡ്ര എന്ന് പറയുന്നത് യൂക്ലിയോയുടെ ഡോട്ടറാണ്. ഈ ഫിഡ്ര ലാർ ഫെമിലിയാരിസിനെ വേർഷിപ്പ് ചെയ്യാറുണ്ട്. സ്റ്റെഫൈല, അതുകൊണ്ടാണ് ശരിക്ക് ലാർ ഫെമിലിയാരിസ് ഇവൾക്ക് ഡൗറി എന്നർത്ഥം എന്നോണം ഈ പോട്ട് ഓഫ് ഗോൾഡ് കാണിച്ചു കൊടുക്കുന്നത്. യൂക്ലിയോക്ക് ഫാദർ ആയിട്ടുള്ള സ്റ്റെഫൈല എന്ന് പറയുന്നത് യൂക്ലിയോയുടെ സെർവൻ്റ് ആണ്. ഒരുപാട് ടോർച്ചർ അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ് സ്റ്റെഫൈല എന്ന് പറയുന്നത്. ലേഡി ക്യാരക്ടറാണ്. മെഗഡാരസ് എന്ന് പറയുന്നത് യൂക്ലിയോയുടെ നെക്സ്റ്റ് ഡോർ നെയ്ബറാണ്, അയൽവാസിയാണ്, തൊട്ടടുത്തുള്ള അയൽവാസിയാണ് മെഗഡാരസ് എന്ന് പറയുന്നത്. വളരെ വെൽത്തിയാണ്. ഈ മെഗഡാരസ് യൂക്ലിയോയുടെ യങ് ആയിട്ടുള്ള ഡോട്ടറെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഫിഡ്രയുമായിട്ടാണ് അദ്ദേഹം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്, യൂക്ലിയോയുടെ ഡോട്ടറായിട്ടുള്ള. യുനോമിയയുടെ ബ്രദറാണ്. യുനോമിയ ആരാണെന്ന് നമുക്ക് നോക്കാം. യുനോമിയ എന്ന് പറഞ്ഞത് മെഗഡാരസിന്റെ സിസ്റ്ററാണ്. യുനോമിയക്ക് ഒരു സണ്ണുണ്ട്. സണ്ണിന്റെ പേരാണ് ലൈക്കനൈഡ്സ് എന്ന് പറയുന്നത്. ഈ ലൈക്കനൈഡ്സ് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ തന്നെ ഫിഡ്രയെ ഇംപ്രഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ തമ്മിലൊരു എക്സ്ട്രാ മറൈറ്റൽ അഫെയർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്കിളും സിസ്റ്ററുടെ മകനും സെയിം സ്യൂട്ടറാണ്, സെയിം ലവറാണുള്ളത്. പക്ഷെ ഇവർ അറിയുന്നില്ല. അവസാനം അത് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. സ്ട്രോബിലസ് എന്ന് പറയുന്നത് ഈ മെഗഡാരസിന്റെ ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മേൽനോട്ടക്കാരനാണ് സ്ട്രോബിലസ് എന്ന് പറയുന്ന മറ്റൊരു റോളും കൂടിയുണ്ട്. ലൈക്കനഡ്സിന്റെയും മെഗഡാരസിന്റെയും ഈ സ്ലേവാണ്, കോമൺ സ്ലേവാണ്. രണ്ടുപേർക്കും കോമൺ സ്ലേവാണ് സ്ട്രോബിലസ് എന്ന് പറയുന്നത്. കോങ്കിയോ ആൻഡ് ആന്ത്രാക്സ് എന്ന് പറയുന്നത് മെഗഡാരസിന്റെ കുക്സ്, അതായത് ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളാണ് കോങ്കിയോ ആൻഡ് ആന്ത്രാക്സ് എന്ന് പറയുന്നത്. ഇതിൽ തീംസ് എന്ന് പറയുന്നത് ഒന്ന് പെരനോയ, മിസ്ട്രസ്റ്റ്, അതായത് നമുക്ക് വസ്വാസ് എന്നൊക്കെ വരാം, സംശയദൃഷ്ടിയോടുകൂടി കാണുന്ന ഒരു സാധനം. യൂക്ലിയോ ആണ് എല്ലാവരെയും സംശയദൃഷ്ടിയോട് കൂടി കാണുന്നത്. തനിക്ക് കിട്ടിയിട്ടുള്ള പോട്ട് ഓഫ് ഗോൾഡ് ആരെങ്കിലും മോഷ്ടിക്കുമെന്നുള്ള ഭയത്തിൽ. സോ അദ്ദേഹം എല്ലാവരെയും സംശയദൃഷ്ടിയിൽ കാണുന്നുണ്ട്. പിന്നെ ഗ്രീഡ് ആൻഡ് മെറ്റീരിയലിസം, ആർത്തി, അതുപോലെ തന്നെ ഡൗറി, ഇതൊക്കെ ഇതിൽ തീംസ് ആണ്. ഈ ഡൗറി എന്നുള്ളത്, ഡൗറി ഇവിടെ തീമായിട്ട് വരുന്നത് ഈ മെഗഡാരസ് എന്ന് പറയുന്ന വ്യക്തി താൻ ഒരിക്കലും ഡൗറി ആഗ്രഹിക്കുന്നില്ല. കൂടുതൽ ഡൗറി കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഡിമാൻഡുകൾ ലേഡീസിനുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഡൗറി വേണ്ട, എനിക്ക് ഒരു യങ് വുമണിനെ മതി എന്നാവശ്യപ്പെടുന്ന, തന്റെ സിസ്റ്ററോട് ഈ കാര്യം പറയുന്ന, യുനോമിയോട് കാര്യം പറയുന്ന മെഗഡാരസിനെ നമുക്ക് കാണാം. സെയിം മെഗഡാരസ് തന്നെ യൂക്ലിയോയുടെ ഡോട്ടറെ ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് ഡൗറി വേണ്ട, എനിക്ക് നിങ്ങളുടെ മകളെ മതി എന്ന് പറഞ്ഞുകൊണ്ട്. സോ ഡൗറി ഇതിലൊരു തീമാണ്. ഡൗറിയുടെ നെഗറ്റീവ് കോൺസിക്വൻസസ് അദ്ദേഹം ഒരു സ്പീച്ച് പോലെ പറയുന്നുണ്ട്. ഈ മെഗഡാരസ് എന്ന് പറയുന്നത് ഡിസെപ്ഷൻ, വഞ്ചന അതിലൊരു തീമാണ്. അതുപോലെ തന്നെ ബിലീവ് ഇൻ സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം. അപ്പൊ ഇവിടെ ഈ സ്ട്രോബിലസ് എന്നുള്ള പറയുന്ന സ്ലേവാണ് ശരിക്ക് അവസാനം ഈ പോട്ട് ഓഫ് ഗോൾഡ് ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ നിദാനമാകുന്നത്. കാരണം സ്ട്രോബിലസ് ഇയാൾ എവിടെയാണോ, അതായത് യൂക്ലിയോ എവിടെയാണോ ഈ പോട്ട് ഓഫ് ഗോൾഡ് കുഴിച്ചിടുന്നത്, ആ കുഴിച്ചിടുന്ന സ്ഥലത്തൊക്കെ എത്തി നോക്കിക്കൊണ്ട് അവസാനം ഇത് വെച്ചിട്ടാണ്, ഈ ഒരു ട്രിക്ക് വെച്ചിട്ടാണ് താന് മോഷ്ടിച്ചതല്ല എന്നുള്ള വ്യാജേന ലൈക്കനൈഡ്സ് ഇയാളെ വിശ്വസിപ്പിക്കാണ്, യൂക്ലിയോയെ വിശ്വസിപ്പിക്കാണ് തന്റെ സ്ലേവ് നിങ്ങളുടെ പോട്ട് ഓഫ് ഗോൾഡ് മോഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല, അത് ബൈ ചാൻസിൽ കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങളെ ഏൽപ്പിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ശരിക്ക് ലാസ്റ്റ് ഈ ഡോട്ടറെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. മെഗഡാരസിന്റെ ഒരു ഐഡിയ ആയിരുന്നു ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളത്. സോ ഈ ഒരു സൂപ്പർസ്റ്റിഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചാൽ, ഈ യൂക്ലിയോ പോട്ട് ഓഫ് ഗോൾഡ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുഴിച്ചിടുമ്പോൾ അദ്ദേഹം ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കും. എന്തെങ്കിലും കാക്കകൾ നിലവിളിക്കുന്നുണ്ടോ, കരയുന്നുണ്ടോ,
അപ്പം അങ്ങനെ ഒരു കാക്ക കരഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു നോക്കിയതാണ്. അപ്പോഴാണ് ഈ സ്ട്രോബിലസിനെ കാണുന്നത്. പക്ഷേ ആദ്യത്തെ അറ്റംപ്റ്റിൽ സ്ട്രോബിലസിന് ഈ പോട്ട് ഓഫ് ഗോൾഡ് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നത്തെ അറ്റംപ്റ്റ്, സെക്കൻഡ് അറ്റംപ്റ്റിലാണ് ശരിക്കും അദ്ദേഹം മരത്തുമേൽ കയറിക്കൊണ്ട് ഇയാൾ എവിടെയാണോ കുഴിച്ചിടുന്നത് ആ സ്ഥലം നോക്കിക്കൊണ്ട് ഇയാൾ ഈ പോട്ട് ഓഫ് ഗോൾഡ് സ്വന്തമാക്കുന്നത്. ഇയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, സ്ട്രോബിലസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ സ്ലേവറിയിൽ നിന്നും വിമുക്തമാക്കുക എന്നുള്ളതാണ്. ഈ അടിമത്വത്തിൽ നിന്നും വിമുക്തമാക്കുക. അപ്പം സ്ട്രോബിലസ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന്റെ ഓണറായിട്ടുള്ള ലൈക്കനൈഡ്സിന്റെ കയ്യിലാണ്. അപ്പോൾ ലൈക്കനൈഡ്സ് ആണ് അദ്ദേഹത്തെ ഈ പോട്ട് ഓഫ് ഗോൾഡ് എങ്ങനെയെങ്കിലും കൊടുത്താൽ ലൈക്കനൈഡ്സ് ഫ്രീ ആക്കുമെന്നുള്ള അർത്ഥത്തിലാണ് ശരിക്ക് ഇയാൾ ഈ പോട്ട് ഓഫ് ഗോൾഡ് മോഷ്ടിക്കുന്നത്, ലൈക്കനൈഡ്സിന്റെ സ്ലേവ് ആയിട്ടുള്ള സ്ട്രോബിലസ് മോഷ്ടിക്കുന്നത്. പക്ഷേ ഈ സ്ട്രോബിലസിനെ വെച്ചിട്ടാണ് ലാസ്റ്റ് ഫിഡ്രയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് ഈ യൂക്ലിയോ. കാരണം എൻ്റെ പോട്ട് ഓഫ് ഗോൾഡ് തിരിച്ചു കിട്ടി എന്നുള്ള ഇതിൽ. പക്ഷേ പോട്ട് ഓഫ് ഗോൾഡും ഈ ലൈക്കനൈഡ്സിന് തന്നെ ലൈക്കനൈഡ്സിന് തന്നെ കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. സോ ഇതൊക്കെയാണ് ഇതിലെ തീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ അലഗറി എന്ന് പറയുന്നത് അണേൺഡ് വെൽത്ത് ഇൻവൈറ്റ്സ് ജെന്റിൽ റിഡിക്യൂൾ ആൻഡ് ട്രെയിൻ ഓഫ് ഇൻകൺവീനിയൻസസ്. അതായത് നമ്മൾ അർഹിക്കാത്ത ആ ഒരു സമ്പത്ത് എങ്ങനെയാണ് നമുക്ക് വിനയാകുന്നത് എന്നുള്ള ഒരു തീം വരുന്നുണ്ട്.